നടൻ ടിനി ടോം പ്രതിയായ വർഗീയാധിക്ഷേപ കേസിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കാൻ പോലീസ്. നീന കുറുപ്പ്, ശ്വേതാ മേനോൻ എന്നിവരുടെ മൊഴി കടവന്ത്ര പോലീസ് ഉടൻ രേഖപ്പെടുത്തും. ഇന്നലെ ടിനി ടോമിനെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയച്ചിരുന്നു. സജോ ദേവസ്യാണ് ചേരുന്നത് നമുക്കൊപ്പം. സജോ, ഈ വിഷയത്തിൽ തുടക്കത്തിൽ കേസെടുക്കാതിരുന്ന പോലീസ് പിന്നീട് അൻസിബയുടെ ഹർജിയിൽ എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിക്കൊണ്ട് കേസെടുത്തത്. അമ്മയിലെ പോരാട്ടം അങ്ങനെ തുടരുകയാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട കേസാണ് ഈ തന്നെ ജിഹാദി എന്ന് വിളിച്ചു എന്നുള്ള തരത്തിൽ അൻസിബ ഉയർത്തിയ ഒരു ആരോപണം. അതിൽ നിന്നാണ് ഈ അടുത്ത കാലത്തെ വലിയ വിവാദങ്ങളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം ആ ഒരു ആരോപണമായിരുന്നു. അതിൽ തൻ്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടാണ് ടിനി ടോം എപ്പോഴും സംസാരിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ചില ആളുകളുടെ മൊഴിയൊക്കെ എടുക്കാൻ പോകുന്നു. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇവരെന്ന് ചോദിച്ച് മനസ്സിലാക്കുക സജു. ഷിഹാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം പോലീസ് കേസെടുക്കാനാവില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും അതേ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തതാണ്. പക്ഷേ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. അതിൽ തന്നെ അൻസിബയുടെ പ്രധാനപ്പെട്ട പരാതി എന്നത് മതപരമായ തന്റെ ഐഡന്റിറ്റിയെ വ്രണപ്പെടുത്തി വർഗീയാധിക്ഷേപം നടത്തി, അഥവാ ജിഹാദി എന്ന് വിളിച്ചു, സ്ത്രീത്വത്തെ അപമാനിച്ചു, വ്യാജ പ്രചരണം നടത്തി എന്നിങ്ങനെയുള്ള പരാതികളാണ് ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും പിന്നാലെ ടിനി ടോം കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യം നേടുകയുമായിരുന്നു. ഇന്നലെ വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്തു. അതിന് പിന്നാലെ ഈ കേസിൽ നേരത്തെ തന്നെ പ്രാഥമിക അന്വേഷണ ഘട്ടത്തിൽ മൊഴി രേഖപ്പെടുത്തിയ ആളുകളെയെല്ലാം വീണ്ടും വിശദമായി ഔദ്യോഗികമായി കേസ് എടുത്ത് അന്വേഷണം പുരോഗമിക്കുന്ന വേളയിൽ നീന കുറുപ്പ് അടക്കമുള്ളവരുടെ, അതുകൂടാതെ ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചാണ് ഈ ജിഹാദി എന്ന പരാമർശം നടത്തുമ്പോൾ അതിൽ മറ്റൊരാളെ മതപരിവർത്തനത്തിന് ശ്രമിച്ചു എന്ന മട്ടിൽ പ്രചരണം നടത്തി എന്നതായിരുന്നു അൻസിബയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പരാതി. അപ്പോൾ ആ വ്യക്തി, അതുകൂടാതെ ചലച്ചിത്ര രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഇതേ വിഷയത്തിന്റെ സാക്ഷികൾ, ദൃക്സാക്ഷികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ, ഇതുകൂടാതെ ഡിജിറ്റൽ തെളിവുകളുടെ അവലോകനമുണ്ട്. അതും അൻസിബ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു കാര്യമാണ്. അതായത് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും ഇതേ രൂപത്തിലുള്ള ചർച്ചകൾ നടത്തി എന്നിവയായിരുന്നു. നേരത്തെ നീന കുറുപ്പ് അടക്കം അൻസിബയ്ക്ക് അനുകൂലമായ മൊഴിയാണ് നൽകിയത്. താൻ ഇത്തരം പരാമർശങ്ങൾ കേട്ടിട്ടുണ്ട് എന്നൊരു നിലപാട് അവർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതുൾപ്പെടെ ഈ കേസിൽ ഇനി ഓരോരുത്തരുടെയും, അതായത് ഇതിൽ ദൃക്സാക്ഷികളായിരുന്നവർ, ഇത് കേട്ടവർ, ഒപ്പം ഈ ഗ്രൂപ്പുകളിൽ അംഗങ്ങളായിരുന്നവർ എന്ന് തുടങ്ങിയ ആളുകളുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുക എന്നതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത സ്റ്റെപ്പ്. അതാണ് ഈ അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടവും. അതായത് അൻസിബയുടെ ആരോപണങ്ങൾ നിലനിൽക്കുക സാക്ഷിമൊഴികളുടെയും ഒപ്പം ഡിജിറ്റൽ തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും എന്നാണ് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ. അതിന് തെളിവുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ ആ കാര്യത്തിലേക്കായിരിക്കും അന്വേഷണ സംഘം ഇനി കടക്കുക. അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. കാരണം അൻസിബ പല ഘട്ടങ്ങളിലായി പോലീസിനെതിരെയും മറ്റും കടുത്ത നിലപാട് സ്വീകരിച്ചതാണ്. തന്റെ പരാതി ഗൗരവത്തോടുകൂടി പരിഗണിച്ചില്ല, തനിക്ക് നീതി ലഭ്യമാക്കുന്നതിൽ പോലീസ് പിന്നാക്കം പോകുന്നു, അല്ലെങ്കിൽ അതിൽ ആത്മാർത്ഥമായ നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് തുടങ്ങിയുള്ള പരാതികളുണ്ട്. അതിനിടെ നിയമ പോരാട്ടമൊക്കെ ഘടിപ്പിച്ചാണ് ഈ കാര്യത്തിൽ കേസെടുപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്കാണ്, ടിനി ടോമിനെ ചോദ്യം ചെയ്തതിന് പിന്നാലെ അടുത്ത ഘട്ടത്തിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത്. ശരി സച്ചു.